പ്രകടന പത്രികയിൽ ഞാൻ നുണകളുടെ ചിട്ടുകൊട്ടാരം എന്ന് പറയാൻ കാരണം പ്രകടന പത്രികയിൽ പ്രധാനമായ ഒരു വാഗ്ദാനം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കുമെന്നതാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. 10 കൊല്ലമായി പറഞ്ഞതാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും. ഇന്ത്യയിലെ ജനങ്ങളെ പരിഹസിക്കുകയാണോ അതോ ഇന്ത്യയിലെ ജനങ്ങളെ ഒരു തരത്തിൽ അവരെ കളിയാക്കുകയാണോ? 2014 2015 ആദ്യം പറഞ്ഞതെന്താ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ വിൽക്കും എന്നല്ലേ പറഞ്ഞത്. 110 രൂപയായി. ഇപ്പോൾ ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് വെറും $72 കുറഞ്ഞിട്ടും അന്ന് കേരളത്തിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില കുറച്ചില്ല. ഇപ്പോഴെത്രയാ? 105 രൂപ 26 പൈസയാണ് പെട്രോളിന് ഒരു ലിറ്ററിന്. ഡീസലിന് 94 രൂപ 67 പൈസ. ഗാർഹിക സിലിണ്ടറിന് 818 രൂപയും വാണിജ്യ സിലിണ്ടറിന് 1842 രൂപയും. ഓരോ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ 5 പൈസ 10 പൈസ കൂട്ടും. തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ കൂട്ടിയത് പിന്നീട് വീണ്ടും പുനഃസ്ഥാപിക്കും. അതിലെ പെട്രോൾ ഡീസൽ വിലയുടെ കാര്യത്തിൽ കഴിഞ്ഞ 10 കൊല്ലം നമ്മൾ കണ്ടത്, എണ്ണ കമ്പനികൾ ലാഭത്തിലേക്ക് കടന്നിട്ടും വില കുറയുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചിട്ടും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ നിന്ന് കേന്ദ്ര സർക്കാർ കൈയിട്ട് വാരുകയായിരുന്നു. ആ കേന്ദ്ര സർക്കാരിന് ഭരിക്കുന്ന പാർട്ടിയാണ് ഇപ്പോൾ ഈ പ്രകടന പത്രികയിൽ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇന്ധന നികുതി കുറയ്ക്കും എന്ന് പറയുന്നത്. ജനങ്ങളെ ഇതുപോലെ പരിഹസിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ടോ? രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? നേരത്തെ ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകി. മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നേരത്തെ നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. എന്താണ്? കള്ളപ്പണം മുഴുവൻ ഞങ്ങൾ കണ്ടുകിട്ടും. 15 ലക്ഷം രൂപ ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കും. എല്ലാവരോടും ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിരിക്കാൻ പറഞ്ഞു. 10 കൊല്ലമായി. 15 രൂപ വന്നോ? ആർക്കെങ്കിലും ഈ പണം കിട്ടിയോ? ആർക്കെങ്കിലും കിട്ടിയോ ആ ഗ്യാരണ്ടി? ഈ യുവജനക്ഷേമം പറഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും കൂടുതൽ യുവാക്കളെ വഞ്ചിച്ചൊരു സർക്കാർ. നരേന്ദ്രമോദി ആവർത്തിച്ച് കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പിൽ പറഞ്ഞതെന്താ? ഒരു വർഷം 2 കോടി യുവാക്കൾക്ക് തൊഴിൽ. 10 കൊല്ലമായില്ലേ? 20 കോടി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കണ്ടേ? ഇന്ത്യ രാജ്യത്തെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ 40 ലക്ഷം തസ്തികകൾ ഒഴിവ് കിടക്കുന്നു. പക്ഷേ എല്ലാം കരാർ നിയമനമായി. എല്ലാ കരാർ നിയമനമാണ്. 20 കോടി യുവാക്കൾക്ക് തൊഴിൽ വാഗ്ദാനം ചെയ്തിട്ട് 1-2 ലക്ഷം പേർക്ക് പോലും തൊഴിൽ കൊടുക്കാത്ത പ്രധാനമന്ത്രിയും ഗവൺമെൻറ്റും ഇതാ ഇപ്പോൾ അവരുടെ പ്രകടന പത്രികയിൽ യുവജനക്ഷേമം, യുവജനങ്ങളെ വഞ്ചിച്ചൊരു സർക്കാർ. ഈ പ്രകടന പത്രികയിലൂടെ യുവജനക്ഷേമം പറഞ്ഞാൽ കേരളത്തിലെ യുവാക്കൾ വളരെ പ്രക്ഷുബ്ധരായി അതിനോട് പ്രതികരിക്കും. രാഹുൽ ഗാന്ധി ഇന്നലെ തന്നെ അതിനോട് പ്രതികരിച്ചു കഴിഞ്ഞു. പിന്നീട് പറയുന്നത് കർഷകക്ഷേമമാണ്. കർഷകക്ഷേമം പ്രകടന പത്രികയിലെ മറ്റൊരു വാഗ്ദാനം. ഇന്ത്യയിലെ കൃഷിക്കാർ അവരുടെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള പ്രതിസന്ധിയല്ലേ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഇന്ത്യയിലെ മുഴുവൻ കർഷകർക്കും വേണ്ടി ഡൽഹിയിൽ നടന്ന ഒരു അസാധാരണമായ കർഷക സമരം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ചമ്പാരനിൽ മഹാത്മാഗാന്ധി പോയി നടത്തിയ കർഷക സമരം കഴിഞ്ഞാൽ ഇതുപോലെ ഇത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടി കൃഷിക്കാർ സമരം ചെയ്തത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു സമരമില്ല. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അവരോട് അവരുടെ ചില ഡിമാൻഡുകൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞും അംഗീകരിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പഞ്ചാബിലെയും ഹരിയാനയിലെയും കൃഷിക്കാർ ഒരു പ്രതിഷേധ പ്രകടനത്തിന് ഡൽഹിയിലേക്ക് വന്നു. അവരെ എങ്ങനെയാണ് തടഞ്ഞത്? മുള്ളു കമ്പി കൊണ്ടുള്ള വേലി കെട്ടി സിമൻ്റ് ഭിത്തികൾ ഉണ്ടാക്കി അവരെ വെടിവെച്ചു കൊന്നു. മോഡി കൊടുത്ത വാഗ്ദാനം എന്താ? കഴിഞ്ഞ 2 പ്രകടന പത്രികയിൽ ഉൽപ്പാദന ചിലവും അതിൻ്റെ ഇരട്ടിയുമായി നിങ്ങൾക്ക് ലാഭവും കൂടി ചേർത്ത് താങ്ങുവില പ്രഖ്യാപിക്കും എല്ലാ വിളകൾക്കും. ആ താങ്ങുവിലയ്ക്ക് നിയമപരിരക്ഷ ഉണ്ടാവും. ഏതെങ്കിലും ഒരു കാർഷിക വിളയ്ക്ക് താങ്ങുവില പ്രഖ്യാപിച്ചു. അത് അനുവദിക്കാമെന്ന് പറഞ്ഞ ശേഷം കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് കൃഷിക്കാരെ വെടിവെച്ച് കൊന്ന ഒരു സർക്കാർ പറയുകയാണ്, അവരുടെ വാദമാണ് എന്താണ്? ഞങ്ങൾ കർഷകക്ഷേമം നടപ്പിലാക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നുണകൾ കൊണ്ട് കെട്ടിപ്പൊക്കിയ ഒരു ചീട്ടുകൊട്ടാരമാണ് ഈ BJPയുടെ പ്രകടന പത്രിക. ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇന്നുണ്ടായ ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ഇന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് പ്രചരണത്തിന് വരിക.
അദ്ദേഹം നീലഗിരിയിൽ വന്ന് ഇറങ്ങിയ ഉടനെ അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധന നടത്തിയിരിക്കുന്നു. എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ ഈ ഫ്ലൈയിങ് സ്ക്വാഡ് പരിശോധന നടത്തിയത്? പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലുണ്ടല്ലോ. പ്രധാനമന്ത്രിയുടെ ഫ്ലൈയിങ് ഏതെങ്കിലും ഒരു ഹെലികോപ്റ്ററിൽ അദ്ദേഹം വരുമ്പോൾ ഇവരെ നമ്മുടെ ഫ്ലൈയിങ് സ്ക്വാഡുകാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിർദ്ദേശം അനുസരിച്ച് പരിശോധന നടത്തിയോ? എന്തിനാ? അപ്പം ഇലക്ഷൻ കമ്മീഷനെയും മോഡി ഗവൺമെൻറ് അവരുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. ജനങ്ങളിൽ സംശയമുണ്ടാക്കാനാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, നമ്മുടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ ഒരു ഹെലികോപ്റ്ററിൽ കള്ളപ്പണം കൊണ്ടുപോയതിൻ്റെ ഓർമ്മയിലായിരിക്കാം ഒരു പക്ഷേ ഇപ്പോൾ ഇവർ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയത്. ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുക. കാരണം രാഹുൽ ഗാന്ധി വന്ന ഹെലികോപ്റ്റർ പരിശോധിക്കുക, പ്രധാനമന്ത്രിയുടെയോ മറ്റൊരുപാട് BJP കേന്ദ്രമന്ത്രിമാർ നേതാക്കൾ വരുന്നു, അവരുടെ ആരുടെയും ഹെലികോപ്റ്റർ പരിശോധിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷനെയും തങ്ങളുടെ പരിധിയിലാക്കി EDയെ കൊണ്ട് രാഷ്ട്രീയ പ്രതികാരം നടത്തുന്നത് പോലെ AICCയുടെ ഫണ്ട് മരവിപ്പിച്ച് ഞങ്ങളെ കോൺഗ്രസ് ഇലക്ഷൻ പ്രചരണത്തെ നിശബ്ദമാക്കാൻ പോയതുപോലെ, നിഷ്ക്രിയമാക്കാൻ പോയതുപോലെ രാഹുൽ ഗാന്ധിയെ മോദിക്കും ഇലക്ഷൻ കമ്മീഷനൊന്നും മനസ്സിലായിട്ടില്ല. സുരേന്ദ്രനെ പോലുള്ള നേതാക്കളോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാർ, ഞങ്ങൾ തെളിവുകളില്ലാത്തതുകൊണ്ട് ആരോപിക്കുന്നില്ല, പക്ഷേ എത്ര കേന്ദ്രമന്ത്രിമാർ ഇവിടെ വരുമ്പോൾ അവരുടെ ഹെലികോപ്റ്ററിലും ഫ്ലൈറ്റിലും കള്ളപ്പണം കൊണ്ടുവരുന്നു? അതാരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി ആ കൂട്ടത്തിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ കണക്കാക്കിയതിൽ അങ്ങേയറ്റത്തെ പ്രതിഷേധമുണ്ട്. അദ്ദേഹത്തിന് പ്രതിഷേധമില്ലെങ്കിലും ഇവിടെ പാർട്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്.